എല്ലാ കൂട്ടുകാർക്കും ടൈഗർ ഹാക്ക് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെർമക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ആദ്യം തന്നെ എന്തൊക്കെ പാക്കേജസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് ടെർമക്സ് വെച്ചിട്ട് ഒരാളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യണം, അതുപോലെ വൈറസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ടെർമക്സിൽ കുറച്ച് പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ടെർമക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടെർമക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെർമക്സ് ആപ്ലിക്കേഷൻ. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യം തന്നെ APT അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ശതമാനം കാണുന്നത് കാണാൻ പറ്റും. അത് ഫുള്ളാവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ APT അപ്ഡേറ്റ് സ്മോൾ ലെറ്ററിൽ വേണം ടൈപ്പ് ചെയ്യാൻ. അത് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എറർ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായി APT അപ്ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. APT കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരണം, സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ Y ഓർ N എന്ന് ചോദിക്കുന്നുണ്ട്. Y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്സും N എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോയും ആണ്. അപ്പോൾ ഞാനിവിടെ Y കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് ഫുള്ളായി കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ PKG ഇൻസ്റ്റാൾ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ PKG എല്ലാം സ്മോൾ ലെറ്ററിലാണ്. PKG കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, അതുപോലെ ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് പൈത്തൺ, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ Y അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ പൈത്തൺ ഇൻസ്റ്റാൾ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫുള്ളാവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പൈത്തൺ ഇവിടെ ഫുള്ളായി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പൈത്തൺ 2 ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി PKG ഇൻസ്റ്റാൾ പൈത്തൺ 2 എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ പൈത്തൺ 2 ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തായി ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് PKG ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഗിറ്റ് നമുക്കൊരു ടൂണ് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. അപ്പോൾ Y അടിച്ചിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് PKG ഇൻസ്റ്റാൾ PHP എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. Y അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അടുത്തതായി നിങ്ങൾ PKG ഇൻസ്റ്റാൾ ഓപ്പൺ SSH എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ PKG ഇൻസ്റ്റാൾ കേൾ എന്ന് ടൈപ്പ് ചെയ്യാം. കേളും ഒരു ക്ലോണിങ്ങിൻ്റെ ടൂളാണ്. ഓക്കെ, ഇനി അടുത്തതായി നിങ്ങൾ PKG ഇൻസ്റ്റാൾ പേൾ എന്ന് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ അടിക്കാം. ഇനി നമുക്ക് അടുത്തതായി PKG ഇൻസ്റ്റാൾ ടോയ്ലറ്റ് നമുക്ക് വെറുതെ കളർഫുൾ ടെസ്റ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് അവിടെ ഇൻസ്റ്റാൾ ആവും.
അടുത്തതായി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ടെസ്റ്റ് കൊടുക്കുന്ന വേറൊരു പാക്കേജാണ് പിഗ്ലെറ്റ്. ഇപ്പോൾ PKG ഇൻസ്റ്റാൾ പിഗ്ലെറ്റ്. അടുത്തതായി PKG ഇൻസ്റ്റാൾ നാനോ. പിന്നെ അടുത്തതായിട്ട് PKG ഇൻസ്റ്റാൾ ബാച്ച്. ഓക്കെ, അത് ഫുള്ളായി കഴിഞ്ഞാൽ PKG ഇൻസ്റ്റാൾ റൂട്ട്. അപ്പോൾ അവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. വൈ അടിച്ചിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ഇനി അവിടെ PKG ഇൻസ്റ്റാൾ റൂബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അത് ഇൻസ്റ്റാൾ ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞെങ്കിൽ ഇത്രയും പാക്കേജസാണ് നമുക്ക് മെയിനായിട്ട് ബേസിക്സിലായിട്ട് ഒരു ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജസൊക്കെ. ഇനി നമുക്കിതിൽ മെയിനായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ടെർമക്സിന് സ്റ്റോറേജിൻ്റെ പെർമിഷൻ കിട്ടണം. പെർമിഷൻ അലോ ചെയ്താലാണ് നമുക്ക് ഒരാളുടെ ക്യാമറ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് ഫോൺ സ്റ്റോറേജിലൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെർമിഷൻ അലോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ട് രീതിയിൽ പറ്റും. ഒന്ന് നമ്മൾ ടെർമക്സിലൂടെ ഇങ്ങനെ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ടും മറ്റേത് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ടും പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചു തരാം കമാൻഡ് വെച്ചിട്ട് ടെർമക്സിലൂടെ. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം തന്നെ ടെർമക്സ് മൈനസ് കൊടുക്കുക, സെറ്റപ്പ് മൈനസ് കൊടുക്കുക, സ്റ്റോറേജ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. ചിലരുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈറ്റ് ബോക്സ് വന്നിട്ട് അതിൽ എല്ലോ ഡിനെ എന്ന് കാണിക്കും. അവിടെ നിങ്ങൾ എല്ലോ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ വൈ അടിച്ചിട്ട് എൻ്റർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, പെർമിഷൻ അലോ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റിങ്സിലൂടെ എങ്ങനെയാണെന്ന് നോക്കാം. സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആപ്സ് ആൻഡ് പെർമിഷൻ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പെർമിഷൻ്റെ ഒക്കെ അതിൽ നമ്മുടെ ടെർമക്സിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ഒന്ന് കാണാൻ പറ്റും. ആ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ എന്ന് കാണാൻ പറ്റും. പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഓൾറെഡി എല്ലോ ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ ടെർമക്സിലൂടെ. ഇപ്പോൾ ഡിനേ ആയിട്ടുണ്ട് കാരണം പെർമിഷൻ ഇല്ല. ഇത് നിങ്ങൾ ഓൺ ആക്കി ഇടണം, അപ്പോഴാണ് പെർമിഷൻ എല്ലോ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ ഹാക്കിംഗ് വീഡിയോസും ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇറ്റ് ഈസ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.